നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 10ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റായ ഉള്ളിലാണെപ്പോഴും ഉന്മതാൻ എന്നപ്പോൾ ഇതിലെ അവസാനത്തെ പാഠമാണ്. ആദ്യത്തെ പാഠങ്ങളെല്ലാം നമ്മൾ ഇതാ പഠിച്ചു കഴിഞ്ഞു, പഠന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഈ പാഠത്തിന്റെ പേര് തേൻ. തേൻ നമുക്കെല്ലാം അറിയാവുന്ന ഔഷധ ഗുണമുള്ള മധുരം നിറഞ്ഞ, അതിലെല്ലാം ഉപരി പ്രകൃതിദത്തമായ ഒന്നാണ്. തേൻ കഴിച്ചിട്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആഹാര വസ്തു തന്നെയാണ് തേൻ. നമ്മുടെ പാഠത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. എല്ലാവരും വായോ കാണൂ, കേൾക്കൂ, പഠിക്കൂ. കൂടാതെ എന്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ക്ലാസിനെ കുറിച്ച് കമന്റുകൾ രേഖപ്പെടുത്തുക. ഇന്ന് നമുക്കെല്ലാവർക്കും കൂടി ഒരു സിനിമ കാണാൻ പോയാലോ? എല്ലാവർക്കും ഇതാ സന്തോഷമായി, മുഖത്തിതാ ചിരി വന്നിരിക്കുന്നല്ലോ. അതെ, സിനിമ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കലാരൂപം തന്നെയാണ്. ആധുനിക കാലത്ത് ഏറ്റവും അധികം ജനപ്രീതി നേടിയ കലാരൂപം എന്ന് തന്നെ നമുക്ക് സിനിമയെ വിശേഷിപ്പിക്കാം. സിനിമ കാണാൻ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നാൽ എങ്ങനെയുള്ള സിനിമ കാണാനാണ് നിങ്ങൾക്കിഷ്ടം? നല്ല പാട്ടുകളും നല്ല രസാവഹമായ നൃത്തരംഗങ്ങളും പിന്നെ കുറെ സ്റ്റണ്ടും, ഇതൊക്കെയുള്ള സിനിമയല്ലേ നിങ്ങൾക്കിഷ്ടം? അതെ, ഇതൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് കാണാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇതാ എല്ലാവരുടെ മുഖത്തെയും സന്തോഷം, ആ ചിരി പോയിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെയുള്ള സിനിമ കാണുന്നത് ഇഷ്ടമല്ല എന്നൊരു ഭാവം മുഖത്തിതാ വന്നിരിക്കുന്നു. എന്നാൽ ആ ഭാവം മാറ്റിക്കോളൂ. നമ്മൾ കാണാൻ പോകുന്ന സിനിമ ഇവിടെ പറഞ്ഞ പാട്ടുകളോ നൃത്തരംഗങ്ങളോ അടിപിടിയോ ഒന്നുമില്ല. എങ്കിലും നമുക്ക് കാണാതെ പറ്റില്ല. പക്ഷെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആ സിനിമ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇത് ഒരു ടർക്കിഷ് സിനിമയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് സെമി കപ്ലനോഗ്ലു എന്ന സംവിധായകനാണ്. 2010 ഈ സിനിമ റിലീസാകുന്നത്. സെമി കപ്ലനോഗ്ലു സംവിധാനം ചെയ്ത സിനിമാ ത്രയം എന്ന പേരില് 3 സിനിമകളുണ്ട്. ആ 3 സിനിമകളിലെയും പ്രധാന കഥാപാത്രം യൂസഫ് എന്ന ബാലനാണ്. അദ്ദേഹം നിർമ്മിച്ച ആ ത്രയ സിനിമകളുടെ പേര് ഞാൻ പറയാം. ആദ്യത്തേത് എഗ്, രണ്ടാമത്തേത് മിൽക്ക്, മൂന്നാമത്തേതാണ് നമ്മൾ ഇതാ പഠിക്കാൻ പോകുന്ന തേൻ. ടർക്കിഷ് ഭാഷയിൽ തേൻ എന്നത് ബാൽ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ തേൻ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ യാക്കൂബ് എന്ന അച്ഛനും യൂസഫ് എന്ന മകനുമാണ്. അവർ തമ്മിലുള്ള ആഴത്തിൽ പതിഞ്ഞ ആ സ്നേഹബന്ധമാണ്, അതോടൊപ്പം അവരുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ പ്രകൃതിയുമാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. ഈ സിനിമയ്ക്ക് പാട്ടുകളോ നൃത്തങ്ങളോ ഒന്നുമില്ല. പ്രകൃതിയുടെ നിശബ്ദമായ താളം. മറ്റ് സിനിമകളെ പോലെ അധിക സംഭാഷണങ്ങളില്ല. വളരെ പതിഞ്ഞ താളക്രമത്തിലുള്ള ഒരു സിനിമ. നമുക്കൊന്ന് കണ്ടാലോ? അതെ, നമ്മൾ എല്ലാവരും ഇതാ ഒരു സിനിമാ തിയേറ്ററിൽ നമ്മുടെ തേൻ എന്ന സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും മുമ്പിലായിട്ട് ഒരു വെളുത്ത സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കും. സിനിമ സ്ക്രീനിലാണല്ലോ നമ്മൾ കാണുന്നത്. ആ
ആ സ്ക്രീനിൽ കഥാപാത്രങ്ങളെല്ലാം വരുന്നു, അഭിനയിക്കുന്നു. അങ്ങനെ ഇതാ സിനിമ തുടങ്ങുന്നു. നമ്മളെല്ലാവരും സിനിമ കാണാനായിട്ട് ആ വെളുത്ത സ്ക്രീനിലേക്ക് അങ്ങനെ ഇമ ചിമ്മാതെ നോക്കിയിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ തുടങ്ങും. അതെ, ഇതാ സിനിമ തുടങ്ങി. അതിന്റെ ഒന്നാമത്തെ സീൻ ഇതാ നമ്മൾ കാണുകയായി. ഒരു വലിയ കാടാണ് ഒന്നാമത്തെ രംഗം. കൊടും കാട്, ഉൾവനം. ആ കാട്ടിലൂടെ ഒരു കുതിരപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. അയാൾ വളരെ ക്ഷീണിതനാണ്. എവിടെയെല്ലാമോ അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അങ്ങനെ അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഉയരമുള്ള വൃക്ഷം കാണുന്നു. ഉടനെ അയാൾ കുതിരപ്പുറത്തു നിന്നും താഴെ ഇറങ്ങുകയാണ്. എന്നിട്ട് തന്റെ കയ്യിലുള്ള കയർ ആ മരത്തിന്റെ മുകളിലുള്ള ചില്ലയിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുന്നു. ആ ചില്ലയിൽ ആ കയർ ഉടക്കിയതിനു ശേഷം അതൊരു കുരുക്കു പോലെ ആക്കിയിട്ട് ഈ ചെറുപ്പക്കാരൻ ആ കയറിൽ പിടിച്ച് പതുക്കെ പതുക്കെ മുകളിലേക്ക് കയറുകയാണ്. ഏകദേശം വളരെ ഉയരത്തിൽ എത്താറായപ്പോഴാണ് അത് സംഭവിച്ചത്. മറ്റൊന്നുമല്ല, ആ കയർ കുരുക്കിയ ചില്ല ഒടിയുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? ആ ചില്ല ഒടിയുന്ന ശബ്ദവും ഈ ചെറുപ്പക്കാരൻ താഴേക്ക് വീഴാൻ പോകുന്ന ആ ഒരു അവസ്ഥയും, തുടർന്ന് സ്ക്രീൻ നിറയെ ഇരുട്ടും, കൂരിരുട്ടും. ഇതാണ് ഒന്നാമത്തെ സീൻ. അതോടുകൂടി ആ രംഗം അവിടെ അവസാനിക്കുകയും സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ യൂസഫ്, 6 വയസ്സുള്ള യൂസഫ് ഉറക്കത്തിൽ നിന്നും ഉണരുകയാണ്. അവൻ എന്തോ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉണരുന്നത്. അവന്റെ അടുത്ത് അവന്റെ അച്ഛനായ യാക്കൂബ് ഉണ്ട്. അവൻ അച്ഛനോട് താൻ കണ്ട സ്വപ്നം ഉറക്കെ പറയാൻ ശ്രമിക്കുകയാണ്, വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, സ്വപ്നങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ല. അവ അങ്ങനെ പറഞ്ഞാൽ അലിഞ്ഞ് ഇല്ലാതെയായി പോകും എന്ന്. നമ്മുടെ നാട്ടിലും സ്വപ്നത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുണ്ട്. നമ്മളെല്ലാം സ്വപ്നങ്ങൾ കാണാറുണ്ട്. നല്ല ഉറക്കത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ചില ദൃശ്യങ്ങളാണ് സ്വപ്നങ്ങൾ. അവയിൽ ചിലത് നമ്മുടെ മനസ്സിൽ ഉണർന്നു കഴിയുമ്പോഴും അങ്ങനെ നിൽക്കും. കൂടുതലും നമ്മൾ മറന്നു പോകുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന സ്വപ്നങ്ങൾ അത് മറ്റുള്ളവരോടൊന്ന് പറയണം എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്കും ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ആളുകൾ പറയും, സ്വപ്നങ്ങൾ കണ്ടത് പറഞ്ഞാൽ അതിന്റെ ഫലം പോകും എന്ന്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ യാക്കൂബ് പറയുകയാണ് മകനോട്, നീ ഇപ്പോൾ എന്നോട് കണ്ട സ്വപ്നത്തെ കുറിച്ച് വിശദീകരിച്ചാൽ അതിങ്ങനെ അലിഞ്ഞു പോകും എന്ന് പറയുന്നു. ഇത് കേട്ടിട്ടാ കുഞ്ഞു യൂസഫ് എന്താ ചെയ്തത്? അച്ഛന്റെ ചെവിയിൽ, ഉറക്കെ പറയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്, എന്നാൽ പതുക്കെ പറയാം. അച്ഛന്റെ ചെവിയിൽ വളരെ ചെവിയോട് അടുത്ത് ചെന്നിട്ട് ഒരു മന്ത്രിക്കും പോലെ, ഒരു മന്ത്രണം പോലെ ആ സ്വപ്നം എന്താണെന്ന് പറയുന്നു. ചെവിയിലാണ് പറഞ്ഞത്, അതുകൊണ്ട് കാണികളായ നമ്മൾ അതെന്താണെന്ന് കേൾക്കുന്നില്ല. ഇനി നമ്മൾ നമ്മുടെ കൊച്ചു യൂസഫിന്റെ ചില പ്രത്യേകതകളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. കൊച്ചു യൂസഫ് സംസാരിക്കുമ്പോൾ വിക്കുള്ള ഒരു കുട്ടിയാണ്. എന്താണ് വിക്ക്? നമ്മുടെ ഇടയിൽ തന്നെ അപൂർവം ആളുകൾക്ക് വരുന്ന ഒരു ശാരീരിക വൈകല്യമാണ് വിക്ക്. സംസാരിക്കുമ്പോൾ നല്ല തുടർച്ചയായിട്ട് തടസ്സമൊന്നുമില്ലാതെ അവർക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല. വാക്കുകൾ അവർക്ക് ആദ്യത്തെ അക്ഷരത്തിൽ തന്നെ തടഞ്ഞ് അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ യൂസഫ് അത്തരം ഒരു ശാരീരിക വൈകല്യമുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവൻ ലജ്ജാലുവും അന്തർമുഖനുമാണ്. അവന് മറ്റുള്ളവരോട് സംസാരിക്കാൻ ലജ്ജയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ അവനിൽ തന്നെ അങ്ങ് ഒതുങ്ങുകയാണ്. അന്തർമുഖൻ, അവനിൽ തന്നെ ഒതുങ്ങുക. ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ
അവന് ഒരിക്കലും സാധിക്കുന്നില്ല. കാരണം ഒരു വാക്കിനപ്പുറം അവന് പറയാനാവുന്നില്ല. വിക്കുള്ളവർക്ക് വരുന്ന ഒരു പോരായ്മ തന്നെയാണത്. മറ്റു കുട്ടികളെ പോലെ പാഠഭാഗങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കാനോ അവർക്ക് തുടർച്ചയായിട്ട് സാധിക്കില്ല. പക്ഷേ അച്ഛൻ അവനുമായി സംസാരിക്കാൻ ഒരു മാർഗം കണ്ടെത്തിയിരുന്നു. അതെന്തായിരുന്നു മാർഗം? പതുക്കെ, മന്ത്രണം പോലെ സംസാരിക്കുക. ഉറക്കെയല്ല, വളരെ പതുക്കെ ചെവിയിൽ ഇങ്ങനെ പറയുന്നത് പോലെ സംസാരിക്കുക. അപ്പോൾ അവന് അവന്റെ അച്ഛനുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. വേറെ ആരോടും യൂസഫ് സംസാരിക്കാറില്ല, അമ്മയോട് പോലും. അവൻ ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ. അതാരാണ്? അവന്റെ അച്ഛൻ. കണ്ടോ, ആ അച്ഛനും മകനും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിന്റെ ആഴം. തന്റെ മകന് ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്, അവന് വിക്ക് എന്ന ആ ഒരു കുറവുണ്ട്, വിക്ക് എന്ന ഒരു പോരായ്മയുണ്ട്. അത് മനസ്സിലാക്കിയ അച്ഛൻ തന്റെ മകനോട് സംസാരിക്കാൻ ഒരു മാർഗം കണ്ടെത്തുന്നു. വളരെ പതുക്കെ ഒരു മന്ത്രണം പോലെ ആ അച്ഛനും മകനും സംസാരിക്കുന്നു. ഈ മകൻ അച്ഛനോട് മാത്രമേ സംസാരിക്കാറുള്ളൂ, അമ്മയോട് പോലും അവൻ സംസാരിക്കാറില്ല. സ്കൂളിൽ അതുകൊണ്ട് തന്നെ അവന് കൂട്ടുകാരില്ല. പോകുന്നതും വരുന്നതുമെല്ലാം തനിച്ചാണ്. ചിലപ്പോൾ അച്ഛന്റെ പരുന്ത് മരച്ചില്ലകളിൽ പറന്ന് അവന് വഴിക്കൂട്ടു കൂട്ടും. ഇവിടെ ഒരു കഥാപാത്രം കടന്നു വരുന്നുണ്ട്, അച്ഛന്റെ പരുന്ത്. അച്ഛൻ കാട്ടിൽ തേനെടുക്കാൻ പോകലാണല്ലോ ജോലി, കൊടും കാട്ടിലാണ് പോകുന്നത്. അപ്പൊ അച്ഛന് വഴി കാട്ടുവാനായിട്ട് അച്ഛൻ വളർത്തുന്ന പക്ഷിയാണ് പരുന്ത്. പരുന്തിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അധികം നമ്മൾ കേൾക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ വളർത്തുപക്ഷികളായിട്ട് പരുന്തിനെ ഉൾപ്പെടുത്താറില്ല. ഇവിടെ ഇതാ നമ്മുടെ യാക്കൂബിന്റെ വളർത്തുപക്ഷിയാണ് പരുന്ത്. കൊടുങ്കാട്ടിൽ പോകുമ്പോൾ യാക്കൂബിന് വഴി കാട്ടും. അത് ചില സന്ദർഭങ്ങളിൽ ഈ പക്ഷി, നമ്മുടെ കൊച്ചു യൂസഫ്, അവൻ ഒറ്റയ്ക്കല്ലേ സ്കൂളിൽ പോകുന്നതും വരുന്നതും, അവനോടൊപ്പം വഴികാട്ടിയായിട്ട് അങ്ങനെ പോകാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, അതവന് വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അതെന്താണ്? വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ ഇട്ടുവച്ചിരിക്കുന്ന സ്ഫടികപാത്രത്തിലേക്ക് യൂസഫ് അങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. അവിടെ ക്ലാസ്സില് ഒരു സ്ഫടികപാത്രം വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കുറെ ബാഡ്ജുകളുണ്ട്. ആ ബാഡ്ജുകൾ ആർക്കാണ് കൊടുക്കുന്നത്? നല്ല വൃത്തിയായി ഭംഗിയായി പാഠങ്ങൾ വായിക്കുന്നവർക്ക്. നമ്മുടെ കൊച്ചു യൂസഫിന് അത് കിട്ടുമോ? ഒരിക്കലും കിട്ടുകയില്ല. കാരണം അവന് വിക്കുള്ളത് കൊണ്ട് ഒരിക്കലും നന്നായിട്ട് വായിക്കാൻ സാധിക്കുകയില്ല. എങ്കിലും അവൻ കൊതിയോടെ അതൊരെണ്ണം തനിക്ക് കിട്ടിയെങ്കിൽ എന്ന ആഗ്രഹത്തോടെ ആ സ്ഫടികപാത്രത്തിലേക്ക് അങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. അവനറിയാം അത് അണിയാൻ ഒരു നാളും അവന് കഴിയില്ലെന്ന്. കണ്ടോ, ആ കൊച്ചു കുഞ്ഞിന് അറിയാം ആ ബാഡ്ജ് അവനൊരിക്കലും അണിയാൻ പറ്റുകയില്ല. കൂടാതെ മറ്റു കുട്ടികൾ ഒഴിവു സമയങ്ങളിൽ ഓടിക്കളിക്കുമ്പോൾ യൂസഫ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവന് ആരും കൂട്ടുകാരില്ല, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവൻ ഒറ്റയ്ക്ക് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി അങ്ങനെ ജാലകത്തിന്റെ അരികിലിരിക്കും. ക്ലാസ് റൂമില് മറ്റു കുട്ടികളെല്ലാം പുറത്തുപോയി ഓടിക്കളിക്കുമ്പോൾ അവൻ മാത്രം ഒറ്റയ്ക്ക് ദൂരെയുള്ള ആ നീലമലകളിലേക്ക് നോക്കി അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ആ ജാലകത്തിന്റെ ജനലിന്റെ സമീപത്തിരിക്കും. ആ കൊച്ചു യൂസഫ് അങ്ങനെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ. ഒരു വാഗ്മയ ചിത്രം പോലെ നമുക്ക് ആ യൂസഫിന്റെ ഇരിപ്പ് അവിടെ കാണാൻ സാധിക്കും. വാക്കുകൾ കൊണ്ടുള്ള ഒരു ചിത്രം. ഇനി നമ്മൾ വീണ്ടും മറ്റൊരു കഥാരംഗത്തേക്ക് വരികയാണ്. നമ്മുടെ യാക്കൂബ് തേൻകൂടുകൾ നിർമ്മിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. അയാൾ തേൻകൂടുകൾ നിർമ്മിച്ചിട്ട് അതാണ് ഈ മരത്തിന്റെ ഉയരമുള്ള ചില്ലകളിൽ പിടിപ്പിക്കുന്നത്. അതിൽ തേനീച്ചകൾ വന്നിരുന്ന് കുറെ നാൾ കഴിയുമ്പോൾ തേൻ ധാരാളമായിട്ടുണ്ടാകും. അപ്പോൾ തേൻകൂട് പിടിപ്പിച്ച് യാക്കൂബ് തിരിച്ചിറങ്ങി വരുന്നു.
പിന്നെ കുറെ നാളുകൾ കഴിഞ്ഞ് വീണ്ടും ആ മരത്തിൽ കയറി ആ തേൻകൂട് എടുത്തുകൊണ്ടുവരുന്നു. അതിലെ തേനാണ് കൊണ്ടുപോയി വിൽക്കുന്നത്. അങ്ങനെയാണ് പണമുണ്ടാക്കി കുടുംബത്തെ സംരക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാക്കൂബ് തേൻകൂട് നിർമ്മിക്കുകയാണ്. ആ സമയത്ത് യൂസഫ് അച്ഛന്റെ പണിപ്പുരയിൽ ചെല്ലുകയാണ്. ഒരു കളിപ്പാട്ടം പോലും സ്വന്തമായിട്ട് നമ്മുടെ യൂസഫിനില്ല. അങ്ങനെ നിന്നപ്പോൾ അവിടെ മരത്തിന്റെ ഒരു തടി കഷ്ണം ഒരു വഞ്ചിയുടെ രൂപത്തിൽ അവിടെ ഇരിക്കുന്നത് യൂസഫ് കണ്ടു. അവനത് വളരെ ഇഷ്ടമായി. അങ്ങനെ പല ദിവസങ്ങളിലും ചെന്ന് നോക്കി നോക്കി അവസാനം ആ വഞ്ചി നല്ലൊരു പായ് വഞ്ചിയായി മാറിയിരിക്കുന്നത് അവൻ കണ്ടു. പായ കെട്ടിയ വഞ്ചി. അവന് അതിനോട് വലിയ ആഗ്രഹം തോന്നി. അത് തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. അവനൊരു കളിപ്പാട്ടം പോലും ഇല്ലല്ലോ, എന്നാൽ അച്ഛനോട് ചോദിക്കാം അതെനിക്ക് തരാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അവൻ മനസ്സിലാക്കുകയാണ് തന്റെ അച്ഛൻ അത് തന്റെ സുഹൃത്തിന്റെ മകന് നൽകിയതായിട്ട്. അപ്പോൾ അവന്റെ ആ ആഗ്രഹവും അവിടെ നടക്കുന്നില്ല. അവൻ ആഗ്രഹിച്ച കൊതിച്ച ആ പായ്വഞ്ചി ഇതാ തന്റെ പിതാവ് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മകന് നൽകിയിരിക്കുന്നു. നല്ല വിഷമമായി നമ്മുടെ കൊച്ചു യൂസഫിന്. എങ്കിലും അവൻ എന്താ ചെയ്തത്? അച്ഛനോട് ചോദിച്ചു അതെവിടെ? അച്ഛൻ പറഞ്ഞു അത് കടലിലേക്ക് ചിലപ്പോൾ ഒഴുകിപ്പോയിട്ടുണ്ടാകും എന്ന്. എങ്കിലും അവന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായി അത് കിട്ടാഞ്ഞിട്ട്. അതുകൊണ്ട് അവൻ എന്താ ചെയ്തത്? ആ സുഹൃത്തിന്റെ മകൻ അവന്റെ ക്ലാസ്സിലാണ്. ആ കുട്ടിയുടെ പേര് ഹംദി എന്നാണ്. അവന് ദേഷ്യം വന്നു. ഹംദിക്കല്ലേ ഈ കളിപ്പാട്ടം കൊടുത്തത്, അതുകൊണ്ട് ഒരു ചെറിയ പ്രതികാരം അവൻ അവിടെ ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, ഹംദിയുടെ ഗൃഹപാഠ പുസ്തകം അവൻ മാറ്റിവെച്ചു, എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. അധ്യാപകൻ ക്ലാസ്സിലെത്തിയപ്പോൾ ഹംദിയുടെ പാഠപുസ്തകം ഇല്ല. അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ ശിക്ഷ അവന് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഹംദിയോടൊരു ചെറിയ പ്രതികാരം നമ്മുടെ കൊച്ചു യൂസഫ് അവിടെ ചെയ്തു. ഇനി നമുക്ക് അച്ഛനും മകനും തമ്മിലുള്ള ആ അടുപ്പത്തിന്റെ ആഴം എത്ര വലുതായിരുന്നു എന്നൊന്ന് നോക്കാം. എന്തായാലും അവർ തമ്മിൽ വലിയ സ്നേഹബന്ധമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം യൂസഫിന് വിക്കുള്ളത് കൊണ്ട് മറ്റ് ആരും തന്നെ കൂട്ടുകാരായി ഉണ്ടായിരുന്നില്ല. അവനാകെ സംസാരിക്കാറുള്ളത് അവന്റെ അച്ഛനോട് മാത്രമായിരുന്നു. അമ്മയോട് പോലും അവൻ സംസാരിക്കാറില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ അച്ഛനും മകനും പലപ്പോഴും ഒന്നിച്ച് യാത്ര ചെയ്യും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ തന്റെ മകന് വഴിവക്കിൽ കാണുന്ന പൂക്കളും ചെടികളും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അവർ സഞ്ചരിക്കുമ്പോൾ ആ സിനിമയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത് പ്രകൃതിയുടെ താളങ്ങളാണ്. അവിടെ പ്രത്യേകിച്ച് വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദമേ ഇല്ല. പ്രകൃതിയുടെ താളങ്ങൾ എന്താണത്? നല്ല കാറ്റടിക്കുമ്പോൾ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടും. അപ്പോൾ ഒരു ശബ്ദമുണ്ടാകും, ഇലകളുടെ ഒരു ശബ്ദം. അതിന് മർമ്മര ശബ്ദം എന്നാണ് പറയുക. ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ആ മർമ്മര ശബ്ദം അത് കേൾക്കാൻ സാധിക്കും. പിന്നെ പ്രകൃതിയിലുള്ള ശബ്ദങ്ങളാണ് പക്ഷികളുടെ ശബ്ദങ്ങൾ. പക്ഷികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കും. അത്തരത്തിലുള്ള ശബ്ദങ്ങളും ഈ സിനിമയില് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഈ രംഗങ്ങളിലെല്ലാം കാണാൻ സാധിക്കും. അതൊരു പ്രത്യേകത തന്നെയാണ്. ഇനി നമുക്ക് വീണ്ടും അച്ഛനിലേക്കും മകനിലേക്കും വരാം. അവർ നമ്മുടെ യൂസഫിന്റെ ജോലി നമുക്കറിയാമല്ലോ. കാട്ടിൽ പോയിട്ട് തേൻ കൂടി സ്ഥാപിക്കുക, അതിൽ നിന്നും തേൻ എടുക്കുക. പലപ്പോഴും 6 വയസ്സുള്ള നമ്മുടെ കൊച്ചു യൂസഫ് അച്ഛനോടൊപ്പം കാട്ടിലേക്ക് പോകും. വെറുതെ പോകുന്നതല്ല, അച്ഛനെ സഹായിക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, 6 വയസ്സുള്ള ഈ കൊച്ചുകുട്ടിയോ, അവൻ എന്ത് സഹായിക്കാനാണ്, അതും ഈ കൊടും കാട്ടിൽ? നമുക്കൊന്ന് നോക്കാം അവന്റെ സഹായം എന്താണെന്ന്. വൻ മരത്തിന് മുകളിൽ കയറ് പിടിച്ച് കയറി നിൽക്കുന്ന യാക്കൂബിന് തേനെടുക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് താഴെ നിൽക്കുന്ന 6 വയസ്സുകാരനാണ്. അവൻ എന്താ ചെയ്യുന്നത്? തൊട്ടിയും പുകക്കൂടുമൊക്കെ കയറിൽ കെട്ടി മുകളിലുള്ള അച്ഛന്റെ അടുത്തേക്ക് വിടുന്നു. അച്ഛൻ തേനെടുക്കാൻ ചെല്ലുമ്പോൾ തേനീച്ചകൾ കുത്താൻ വരും. നമുക്കറിയാം, തേനീച്ചകൾ ഭയങ്കര അപകടകാരികളാണ്.
അതുകൊണ്ട് അവയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് പുകയ്ക്കുകയും മറ്റും വേണം. അപ്പോൾ അങ്ങനെയുള്ള ആ പുകക്കൂടും പിന്നെ തേനെടുക്കാനുള്ള തൊട്ടി ഇതൊക്കെ താഴെ നിൽക്കുന്ന നമ്മുടെ കൊച്ചു യൂസുഫാണ് ആ കയറിലൂടെ അച്ഛന് മുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അവന്റെ സഹായം വളരെ വലുതു തന്നെയാണ് അല്ലെ. പക്ഷേ ഇങ്ങനെ ഒരു യാത്രക്കിടയിൽ ഒരു ദിവസം ഒരു അപകടമുണ്ടായി. അച്ഛനും മകനും മാത്രമേ ഉള്ളൂ, കാടാണ് എന്നൊക്കെയൊന്ന് ഓർക്കണം. അച്ഛന് പെട്ടെന്ന് അപസ്മാര രോഗം വന്നു. അങ്ങനെ യാക്കോബ് നിലത്തു വീണ് പിടയുകയാണ്. അപസ്മാരം, വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ നുരയും പതയും ഒക്കെ വന്ന് ശരീരമൊക്കെ വെട്ടി വിറയ്ക്കുന്ന ഒരു രോഗം. പലപ്പോഴും മരണം വരെ സംഭവിക്കാറുണ്ട്. അങ്ങനെ കാട്ടിൽ അച്ഛനും മകനും തേനെടുക്കാനായി പോകുന്ന ഒരു ദിവസം നമ്മുടെ യാക്കോബിന് ഈ അപസ്മാരം വരികയാണ്. ഈ കൊച്ചു കുഞ്ഞ് എന്തു ചെയ്യും? ആരുമില്ല സഹായത്തിന്. ആ കാടിന്റെ ഏകാന്തതയിൽ ആ ബോധം കെട്ട് ഈ അപസ്മാര ബാധിതനായി കിടക്കുന്ന അച്ഛന് കൂട്ടിരിക്കുക ആയിരുന്നു നമ്മുടെ കൊച്ചു യൂസഫ്. അങ്ങനെ കാലം മുന്നോട്ട് പോവുകയാണ്. തേൻ കിട്ടാതെയായിരിക്കുന്നു. അടുത്തുള്ള കാട്ടിലെ മരങ്ങളിലൊക്കെ തേൻകൂട് വച്ചിട്ടും തേൻ ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ യാക്കോബ് ജീവിക്കണ്ടേ, വരുമാനം വേണ്ടേ, കുടുംബത്തെ സംരക്ഷിക്കണ്ടേ, തേൻ കിട്ടുന്നില്ല. അതുകൊണ്ട് അയാൾ ഒരു തീരുമാനം എടുക്കുകയാണ്, ഉൾക്കാടുകളിലേക്ക് പോകാം എന്ന്. അവിടെ ഒരുപക്ഷെ തേൻ ലഭ്യമാകുമായിരിക്കും. അങ്ങനെ കൊടുങ്കാടിന്റെ ഉള്ളിലേക്ക്, ഉൾവനത്തിലേക്ക് തേൻകൂട് സ്ഥാപിക്കാനായിട്ട് നമ്മുടെ യാക്കോബ് പോവുകയാണ്. വീട്ടിൽ കൊച്ചു യൂസുഫും അമ്മയും മാത്രം. പിന്നീടുള്ള അവസ്ഥകൾ വളരെ ദയനീയമാണ്. അച്ഛനെ കാത്തിരിക്കുന്ന കൊച്ചു യൂസുഫ്. അമ്മ അവന് പാല് കുടിക്കാൻ എടുത്തു വച്ചാൽ പാൽ കുടിക്കാൻ അവന് മടിയായിരുന്നു. പലപ്പോഴും അച്ഛനാണ് അവനെ അതിൽ രക്ഷിക്കുന്നത്. പാല് കുടിച്ചില്ലെങ്കിൽ അമ്മ വഴക്കു പറയും. അതൊഴിവാക്കാൻ അമ്മ കാണാതെ അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു? അവന് വെച്ച ആ പാലെടുത്ത് കുടിക്കും. അമ്മ വിചാരിക്കും യൂസുഫാണ് കുടിച്ചതെന്ന്. അങ്ങനെ അച്ഛൻ എല്ലാ കാര്യത്തിലും ഈ മകനെ സഹായിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അച്ഛൻ കൊടുങ്കാട്ടിലേക്ക് പോയിട്ട് വളരെ ദിവസങ്ങളായിരിക്കുന്നു. യാക്കോബ് തിരിച്ച് എത്തുന്നില്ല. കൊച്ചി യൂസഫ് അവന്റെ വരവിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു ദിവസം അവൻ കിടപ്പുമുറിയിൽ ചെന്നപ്പോൾ അവിടെ തിരശ്ശീലയ്ക്ക് കർട്ടന്റെ പിന്നിൽ അവനൊരു വസ്തു കാണുകയാണ്. മറ്റൊന്നുമല്ല, അച്ഛൻ ഒരു പായ്വഞ്ചി ഉണ്ടാക്കിയല്ലോ, അത് സുഹൃത്തിന്റെ മകന് കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ അത് അച്ഛൻ ആർക്കും കൊടുത്തിരുന്നില്ല. അത് ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. അതവൻ കാണുകയാണ്. എന്നിട്ട് അവൻ എന്താ ചെയ്തതെന്നറിയാമോ? അവൻ ആകെ വിഷമമായി. കാരണം ആ പായ്വഞ്ചിയുടെ പേരിൽ അവൻ കൂട്ടുകാരനായ ഹംദിയെ അധ്യാപകനിൽ നിന്നും ശിക്ഷ മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അതിൽ ദുഃഖിതനായിട്ട് അവൻ ആ പായ്വഞ്ചി എടുത്തുകൊണ്ടുപോയി ഉറങ്ങിക്കിടക്കുന്ന ഹംദിയുടെ കിടക്കയുടെ അരികിൽ വെച്ചിട്ട് മടങ്ങിപ്പോരുന്നു. കണ്ടോ എത്രമാത്രം നല്ല മനസ്സിന്റെ ഉടമയാണ് നമ്മുടെ കൊച്ചി യൂസഫ് എന്ന്. അങ്ങനെ ദിവസങ്ങൾ ഓടി ഓടി അകലുകയാണ്. നമ്മുടെ യാക്കോബ് തിരിച്ചെത്തുന്നില്ല. അമ്മയ്ക്കും ആകെ വിഷമമായി തുടങ്ങി. യാക്കോബിന് എന്തോ ആപത്ത് ഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും വരാൻ വൈകുകയില്ല. അമ്മയുടെ മുഖത്തെ ആ വിഷമഭാവം യൂസഫിനും മനസ്സിലാവുകയാണ്. അവൻ അതുകൊണ്ട് തന്നെ അമ്മ തനിക്ക് കുടിക്കാനായി പാലെടുത്തു വെക്കുമ്പോൾ ഒരു മടിയും കൂടാതെ അത് കുടിക്കുകയാണ്. കാരണം അമ്മയെ കൂടുതൽ കൂടുതൽ വിഷമിപ്പിക്കരുത്, താനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കരുത് എന്നോർത്തിട്ട്. അങ്ങനെ എന്ത് സംഭവിച്ചിരിക്കാം? ആ സംഭവമാണ് നമ്മൾ ഈ സിനിമയുടെ ആദ്യ സീനിൽ കാണുന്നത്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? അങ്ങനെ ഗ്രാമത്തിലുള്ള ആളുകൾ പറയുകയാണ്, യാക്കോബിന് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, അയാൾ മരണപ്പെട്ടിരിക്കുന്നു. കാട്ടിലെവിടെയോ വെച്ചാണ് സംഭവം. നമ്മുടെ കൊച്ചി യൂസഫ് സാധാരണ പോലെ സ്കൂളിൽ പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു. സ്കൂളിൽ അധ്യാപകരും മറ്റ് സഹപാഠികളും എല്ലാം ഈ വിവരം അറിഞ്ഞു. അവർക്കെല്ലാം
നമ്മുടെ കൊച്ചു യൂസഫിനോട് സഹതാപവും ദുഃഖവുമുണ്ട്. അവിടെ നമ്മൾ ആദ്യം ഒരു കാര്യം പഠിച്ചിരുന്നല്ലോ, നന്നായി പാഠം വായിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഫടിക പാത്രത്തിൽ ബാഡ്ജുകൾ ഇട്ടുവച്ചിരുന്ന കാര്യം. ആ ബാഡ്ജുകളിൽ നോക്കി നമ്മുടെ കൊച്ചു യൂസഫ് എപ്പോഴും അത് തനിക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരുന്ന കാര്യം അല്ലെ? ഇവിടെ ആ ദിവസം നമ്മുടെ കൊച്ചു യൂസഫിന് ആ ബാഡ്ജ് അണിയിക്കുകയാണ് അധ്യാപകൻ. അന്നും പതിവ് പോലെ അവന് പാഠങ്ങൾ വ്യക്തമായി വായിക്കാൻ സാധിച്ചില്ല. അതവനൊരിക്കലും സാധിക്കില്ല. കാരണം വിക്കുണ്ട്. വിക്കുള്ള ആൾക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ അങ്ങനെ വായിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. പക്ഷെ അന്നും അവൻ വായിച്ചു, നന്നായി വായിച്ചിട്ടില്ല. എന്നിട്ടും ആ അധ്യാപകൻ അവന്റെ ശരീരത്തിൽ ആ ബാഡ്ജ് അണിയിക്കുകയും അത് കണ്ടിട്ട് മറ്റു കുട്ടികളെല്ലാവരും കൈയടിക്കുകയും ചെയ്തു. അതെന്തിനാണെന്ന് അവന് മനസ്സിലായില്ല. അപ്പോൾ മനസ്സിലായില്ല. എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? അവന്റെ പിതാവ് മരിച്ചിരിക്കുന്നു. ആ ഒരു ദുഃഖം അധ്യാപകരും അതുപോലെ സഹപാഠികളുമെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞതിനാൽ അവരുടെ മനസ്സിലുള്ള ആ ഒരു സഹതാപവും അവനോടുള്ള വാത്സല്യവും അവനെ കൂടുതൽ വിഷമിപ്പിക്കാതെ അവന് കുറച്ചെങ്കിലും ഒരു സന്തോഷം നൽകാൻ ഈ പ്രവൃത്തി ഉപകരിക്കുമെന്ന് വിചാരിച്ചുമാണ് ഇപ്രകാരം ചെയ്യുന്നത്. അങ്ങനെ അവൻ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുകയാണ്. വീടിന് സമീപം എത്തിയപ്പോൾ അവൻ കണ്ടു വീട്ടിൽ കുറെ ആളുകൾ കൂടിയിരിക്കുന്നു. അവന് മനസ്സിലായി തന്റെ പ്രിയപ്പെട്ട അച്ഛന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അവൻ വീടിനുള്ളിലേക്ക് ഓടിക്കയറുന്നില്ല. അവൻ തിരിഞ്ഞോടുകയാണ്. എവിടേക്ക്? കാടിനുള്ളിലേക്ക്, കൊടും കാട്ടിലേക്ക്. തന്റെ അച്ഛൻ കാട്ടിലേക്കാണല്ലോ പോയിരിക്കുന്നത്. ആ അച്ഛൻ പോയ കാട്ടിലേക്ക് അവൻ തിരിഞ്ഞോടുകയാണ്. അങ്ങനെ അവൻ ആ കൊടും കാട്ടിലെ വിജനതയിൽ അച്ഛനെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം നടക്കുകയാണ്. അവന്റെ എല്ലാമായ അച്ഛൻ, അവന് ലോകത്തിൽ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തി, അവന്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കി അവനെ സ്നേഹിച്ച് ഓമനിച്ച് അവനെ വാത്സല്യത്തോടെ അവന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന അവന്റെ എല്ലാമായ ആ പിതാവ്, അദ്ദേഹത്തെയാണ് കാണാതെ പോയിരിക്കുന്നത്. അദ്ദേഹത്തിനാണ് അപകടം പറ്റിയിരിക്കുന്നത്. നമ്മുടെ കൊച്ചു യൂസഫിന് സഹിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് 6 വയസ്സുള്ള അവൻ സ്വയം അച്ഛനെ അന്വേഷിച്ച് ആ കൊടും കാടിന്റെ ഉള്ളിലേക്ക് ഓടുന്നത്. അങ്ങനെ പകല് മുഴുവൻ കഴിഞ്ഞു. തണുപ്പും ഇരുട്ടും ഒക്കെ വന്നു. കൊടുങ്കാടാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. വന്യമൃഗങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കൊടുങ്കാട്. അവൻ ആ കൊടുങ്കാട്ടിൽ രാത്രിയായപ്പോൾ ആകെ ക്ഷീണിച്ചതിനാൽ അവൻ ഒരു മഹാവൃക്ഷത്തിന്റെ കീഴിലുള്ള വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ട് കിടന്ന് തളർന്നുറങ്ങുന്നു. അങ്ങനെയുള്ള കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുകയാണ്. പകൽ മുഴുവൻ അച്ഛനെ അന്വേഷിച്ച് നടന്ന അവൻ വളരെ ക്ഷീണിച്ച് തളർന്ന് രാത്രിയിൽ ഇരുട്ടായപ്പോൾ നല്ല തണുപ്പിൽ അവിടെ ഒരു വലിയ വൃക്ഷത്തിന്റെ വേരുകൾ അവനെ സംരക്ഷിക്കുന്ന ഒരു പടർപ്പായിട്ട്, വേരുകളുടെ പടർപ്പ്, അതിന്റെ ഉള്ളിൽ അവൻ കിടക്കുകയാണ്. ഏതു രീതിയിൽ? ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു കിടക്കുന്നത് പോലെ. ഇവിടെ ഒരു അമ്മയുടെ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന ഒരു കുഞ്ഞ് എന്ന അർത്ഥമാണ് പ്രകടമാക്കുന്നത്. പേടിക്കേണ്ട ഒന്നുമില്ല, എല്ലാ സംരക്ഷണവും ഇവിടെ ലഭ്യമാകുന്നു. കാരണം കാടാണ്, വന്യമൃഗങ്ങളുണ്ട്, ചിലപ്പോൾ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചേക്കാം. പക്ഷേ ഇവിടെ വേരുപടർപ്പുകൾക്കിടയിൽ അതീവ സംരക്ഷണയിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്ന പോലെ ആ ഉറങ്ങുന്ന യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു. നമ്മൾ അങ്ങനെ തേൻ എന്ന സിനിമ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നും യാക്കോബിന് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അയാൾ മരണപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആദ്യം കാണുന്ന സീൻ അതാണ്. ആ വലിയ മരത്തിന്റെ ചില്ല ഒടിഞ്ഞ് താഴേക്ക് വീഴുന്ന യാക്കോബ്, ആ വീഴ്ചയിൽ അയാൾ മരണപ്പെട്ടു.
ഈ സിനിമ മറ്റു സിനിമകളെ പോലെയല്ല, വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും ഇതില് വലിയ സംഭാഷണ ഭാഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. എങ്കിലും വലിയ വലിയ പുരസ്കാരങ്ങൾ ധാരാളമായിട്ട് ഈ സിനിമ നേടുകയുണ്ടായി. അതിലൊന്നാണ് ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം ലഭ്യമായത്. ഇനി പറയാനുള്ളത് നമ്മുടെ കൊച്ചു യൂസഫിനെ കുറിച്ചാണ്. അവന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ബാല്യ കൗതുകങ്ങൾ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു. കൂടാതെ അവന് നഷ്ടബോധങ്ങളും കവിതകളും എല്ലാം അവനിൽ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ മുന്നിൽ കാണിക്കുന്ന, ഒരു ദൃശ്യമായി അവതരിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ട്. അവൻ 6 വയസ്സുള്ള ചെറിയ കുട്ടിയാണല്ലോ. അവന്റെ അച്ഛൻ തേൻ ശേഖരിക്കാൻ പോയിട്ട് ഒരിക്കൽ വരാൻ കുറേ വൈകുന്നു. രാത്രിയായി. അവൻ അച്ഛനെ കാത്ത് വീടിന്റെ പുറത്ത് ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവനൊരു കാഴ്ച കാണുന്നു. ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ചന്ദ്രൻ അവന്റെ വീടിന്റെ മുറ്റത്ത് വെള്ളം നിറച്ചു വെച്ച ഒരു പാത്രത്തിൽ വീണു കിടക്കുന്നു. യഥാർത്ഥത്തിൽ ചന്ദ്രൻ വെള്ളത്തിൽ വീണതാണോ? അല്ല. മുകളിൽ നിൽക്കുന്ന ചന്ദ്രൻ, അതിന്റെ പ്രതിബിംബം ആ വെള്ളപാത്രത്തിൽ കണ്ടതാണ്. പക്ഷെ കൊച്ചുകുട്ടിയായ യൂസഫിനത് അറിയില്ല. അവൻ വിചാരിച്ചു ചന്ദ്രൻ വെള്ളത്തിൽ വീണതാണെന്ന്. അവൻ ഓടി ചെല്ലുകയാണ്. എന്നിട്ട് തന്റെ 2 കൈയും കൊണ്ട് ആ വെള്ളത്തിൽ വീണ് കിടക്കുന്ന ചന്ദ്രനെ ഇങ്ങനെ കോരിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പല പ്രാവശ്യം ശ്രമിച്ചു, എന്നിട്ടും കിട്ടുന്നില്ല. അവസാനം അവന് മനസ്സിലായി കോരിയെടുക്കാൻ പറ്റില്ല. എന്നാൽ വെള്ളത്തിൽ കിടക്കുന്ന ചന്ദ്രന് ഒരു ഉമ്മ കൊടുത്താലോ? അവൻ ആ ചന്ദ്രന് ഉമ്മ കൊടുക്കാൻ ശ്രമിക്കുന്നു. നടക്കുമോ? നടക്കില്ല. അവസാനം എന്തിനു പറയുന്നു? ഉമ്മ കൊടുക്കാൻ ശ്രമിച്ച് അവന്റെ തല മുഴുവൻ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഈ ഒരു ആവിഷ്കാരം അവന്റെ ആ നിഷ്കളങ്കതയും അതുപോലെ അവന്റെ ആ ബാല്യ കൗതുകങ്ങളും എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും മറ്റൊന്നുകൂടി പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, ഈ സിനിമയിലെ സംഗീതത്തെ കുറിച്ചാണ്. ഈ സിനിമയിൽ പ്രത്യേകമായ ഒരു സംഗീതം എന്ന് പറയാൻ ഒന്നുമില്ല. കൃത്രിമ സംഗീതത്തിന്റെ വച്ചുകെട്ടലുകൾ ഈ സിനിമയിൽ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. കൃത്രിമ സംഗീതം, അതായത് വാദ്യ ഉപകരണങ്ങളെല്ലാം കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു സംഗീത രീതി. നമ്മൾ കുറച്ചു മുമ്പ് ഇതിലെ ചില സംഗീതത്തെക്കുറിച്ച്, ശബ്ദത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഏതാണത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ യാക്കോബ് യൂസഫിനെയും കൊണ്ട് സഞ്ചരിക്കുന്ന വഴിയിൽ കണ്ട ചില ശബ്ദങ്ങൾ, പ്രകൃതിയുടെ ശബ്ദങ്ങൾ, താളങ്ങൾ. കാറ്റടിക്കുമ്പോൾ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടും, അപ്പോഴൊരു മർമ്മര ശബ്ദമുണ്ടാകും. ആ ശബ്ദം ഈ സിനിമയിലുണ്ട്. കൂടാതെ പ്രകൃതിയിൽ നിറച്ച് പക്ഷികളുണ്ട്. പക്ഷികൾ അവ ഇങ്ങനെ കലപില കലപില എന്ന് ശബ്ദിക്കും. വെറുതെ ഇരിക്കില്ലല്ലോ പക്ഷികൾ, എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കും. ആ പക്ഷികളുടെ ശബ്ദങ്ങൾ. അപ്പോൾ ഈ സിനിമയിലുള്ള ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടില്ലേ? പിന്നെ ഇതില് പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളം, വളരെ പതുക്കെയുള്ള ഒരു ചെറിയ സൗണ്ട്, ഒരു താളം. പിന്നെയുള്ളത് ഏതാണെന്നറിയോ? നിശബ്ദതയുടെ സംഗീതം. നിശബ്ദതയ്ക്ക് സംഗീതമുണ്ടോ? നമ്മൾ അങ്ങനെ ചിന്തിക്കാം. നിശബ്ദത എന്ന് പറയുമ്പോൾ യാതൊരു ശബ്ദവുമില്ലാത്ത അവസ്ഥയാണല്ലോ. നിശബ്ദതയുടെ സംഗീതം, അതെ, ഇവിടെ പറയുന്നു നിശബ്ദതയ്ക്കും സംഗീതമുണ്ട്. ആ നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവും ഭൂപ്രകൃതിയുടെ ആ വന്യതയ്ക്കുള്ളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. വലിയ ശബ്ദഘോഷങ്ങളില്ലാത്ത, ഒച്ചയും ബഹളവും ഇല്ലാത്ത നിശബ്ദമായ ആ നിശബ്ദതയുടെ സൗന്ദര്യവും ലയവും താളവും ഭംഗിയും എല്ലാം വ്യക്തമാക്കുന്ന ഒരു സിനിമ കണ്ട് ഇറങ്ങിയാൽ പിന്നെയും കുറെ കാലത്തോളം ആ ഒരു മാസ്മരിക ഭാവങ്ങൾ, സിനിമയിലെ ആ ഒരു ശാന്തസ്പർശവും അതുപോലെ ഇവിടെ പറഞ്ഞ ആ ശബ്ദലയ താളങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ അങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ പാഠം തയ്യാറാക്കിയിരിക്കുന്ന ആരാണെന്നറിയാമോ? വിജയകുമാർ ബ്ലാത്തൂർ. അദ്ദേഹം
ഒരു സിനിമാ നിരൂപകനാണ്. ധാരാളം സിനിമകളെ കുറിച്ച് അദ്ദേഹം നിരൂപണം ചെയ്തിട്ടുണ്ട്. സിനിമയെ സംബന്ധിച്ച നിരൂപണം അതൊരു സാഹിത്യ ശാഖ തന്നെയാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന പുസ്തകത്തിലെ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. എന്തായാലും സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയല്ല, അത് ശരിയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനിയും എന്താണ് ചെയ്യേണ്ടത്? ഈ പാഠത്തിലെ നോട്ട്സ് അതുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.